ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. കേരള സെറ്റ് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൈ അച്ചീവ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ലോ പോപ്പുലേഷൻ ഗ്രോത്ത്, low infant mortality rate and high life expectancy, high industrial development, higher employment and increased per capita income. ഏതൊക്കെയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഡെവലപ്മെൻറ്റ് ഒരു യുണീക്ക് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് കേരളത്തിൽ അത്രത്തോളം എക്കണോമിക് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ കേരളത്തിലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. സോ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വളരെയധികം മുൻപന്തിയിലാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ലിറ്ററസി, ഫീമെയിൽ ലിറ്ററസിയും കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. നമുക്കറിയാം നമുക്ക് നല്ല രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, ആളുകൾക്കത് ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം, അതായത് ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ള ഒരു ശരാശരി കണക്കാണ് നമ്മൾ ഈ ആയുർദൈർഘ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതെല്ലാം എന്താണ്, ലൈഫ് എക്സ്പെക്റ്റൻസിയിലും കേരളമാണ് ഇന്ത്യയിൽ മുൻപന്തിയിലുള്ളത്. നെക്സ്റ്റ് വൺ, ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. നമുക്കറിയാം ഫാമിലി പ്ലാനിങ് മെഷേഴ്സൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിൽ ലോ ബർത്ത് റേറ്റ് ആണ്. അതുപോലെ തന്നെ സ്മോളർ ഫാമിലി സൈസുമാണ്. നെക്സ്റ്റ് വൺ, ജെൻഡർ ഡെവലപ്മെൻറ്റ് ആൻഡ് വുമൺ എംപവർമെൻറ്റ്. നമുക്കറിയാം കുടുംബശ്രീ പോലെയുള്ള വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കേരളത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുപോലെ മെറ്റേണൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്സ് റേഷ്യോൻ്റെ കാര്യത്തിലും കേരളമാണ് ബെറ്റർ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ലാൻഡ് റിഫോംസ്. നമുക്കറിയാം കേരളത്തിൽ നല്ല രീതിയിൽ ലാൻഡ് റിഫോംസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം പോലെയുള്ള ഇനീക്വാലിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമുക്കറിയാം റേഷൻ ഷോപ്പ് വഴിയൊക്കെ വളരെ ലോ പ്രൈസിൽ ഫുഡ് ഗ്രെയിൻസ് ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതിൽ മൂന്നിലും കേരളം മുൻപന്തിയിലാണ്. ദെൻ പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം കേരള സൊസൈറ്റി ഈസ് വെരി പൊളിറ്റിക്കലി ആക്റ്റീവ് അല്ലേ, നല്ല രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി. ദെൻ ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. പക്ഷേ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത്രത്തോളം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. കേരളത്തിൽ ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും അതുപോലെ തന്നെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുമാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പീപ്പിൾസ് പ്ലാനിംഗ്, 73rd അമെൻമെൻറ്റ്, അശോക് മെഹ്ത കമ്മിറ്റി, ബലവന്ത് റായ് മെഹ്ത കമ്മിറ്റി. സോ ഇതിൻ്റെയൊക്കെ ഇയർ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് മാച്ച് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പീപ്പിൾസ് പ്ലാനിംഗ് ആണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 1996 പീപ്പിൾസ് പ്ലാനിംഗ് ക്യാമ്പയിൻ വരുന്നത്. അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡീസെൻട്രലൈസേഷൻ ഇനീഷ്യേറ്റീവ് ഓഫ് ദ കേരള ഗവൺമെൻറ്. അതായത് എന്താണ്, ഈ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിൽ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ സാധാരണ ജനങ്ങളെ കൂടി എന്ത് ചെയ്യുക, പങ്കാളികളാക്കുക. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇതിലൂടെയൊക്കെ എന്താണ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആണ്. അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ് ആണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അത് വരുന്നത് 1992.
73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് 3 ടയർ സിസ്റ്റം വരുന്നത്. അതായത് നമ്മുടെ വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റം വരുന്നത് അങ്ങനെയാണ്. ആൻഡ് ഗ്രാമസഭ പോലെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഈ അമെൻമെൻറ്റ്സ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി. അത് വരുന്നത് 1997ലാണ്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവരണം എന്നൊക്കെ അതിനുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ പറയാനും വേണ്ടിയിട്ട് 1977ലാണ് ജനതാ ഗവൺമെൻറ് അശോക് മെഹ്ത്ത കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബലവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. 1957ലാണ് അത് വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് മേജർ പഞ്ചായത്ത് കമ്മിറ്റിയാണത്. 3 ടയർ സിസ്റ്റം, അതായത് വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഈ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു 3 ടയർ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ബലവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് അഗസ്റ്റ് കോംറ്റേസ് ഹയറാർക്കി ഓഫ് സയൻസസ്? അതായത് കോംറ്റയുടെ ഹയറാർക്കി ഓഫ് സയൻസസിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. Sociology is the most complex science. Mathematics is the most general science. All other sciences depend upon sociology for their development. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോഷ്യോളജി ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഈസ് ദ മോസ്റ്റ് ജനറൽ സയൻസ്. അഗസ്റ്റ് കോംറ്റെ ഡിഫറെൻറ്റ് സയൻസസിനെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്ന ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അദ്ദേഹം സയൻസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബോട്ടം ലെവലിൽ മാത്സ് ആണ്, ദെൻ ഓസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് സോഷ്യോളജി. അപ്പോൾ ഇതിൽ താഴെ നിന്ന് മേലോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? സയൻസിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് സോഷ്യോളജിയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഈ സയൻസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അതിൻ്റെ ഏറ്റവും ബോട്ടം ലെവലാണ് മാത്സ് വരുന്നത്. ബിക്കോസ് മാത്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ സയൻസ് ആണ്. കാരണം മറ്റുള്ള എല്ലാ സയൻസസിനും മാത്സ് ഇല്ലാതെ എക്സിസ്റ്റൻസ് ഇല്ല. മാത്സ് അത്രയും എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും ജനറൽ ആയിട്ടുള്ള സയൻസ് ആണ് മാത്സ്. ദെൻ അതിൻ്റെ മുകളിലേക്ക് പോകും തോറും ഓരോ സയൻസും അതിൻ്റെ പ്രീവിയസ് സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ സയൻസ് ഏതാണോ അതിനോട് ഡിപ്പെൻഡഡ് ആണ്. സോഷ്യോളജി ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് ആണെന്ന് പറയാൻ കാരണം ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സയൻസുമായിട്ടും സോഷ്യോളജി ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ഇവിടെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എല്ലാ സയൻസസും സോഷ്യോളജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, സോഷ്യോളജി മറ്റുള്ള സയൻസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കറക്റ്റ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റിസർച്ച് ഇസ് സ്യൂട്ടബിൾ ടു എലിസൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഫീലിങ്സ്? അതായത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ഫീലിങ്സ് ഇതൊക്കെ മനസ്സിലാക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ആക്ഷൻ ആൻഡ് ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആളുകളുടെ ഒപ്പീനിയൻസ്, ഫീലിങ്സ്, എക്സ്പീരിയൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് ഇൻ്റർവ്യൂസ്, കേസ് സ്റ്റഡീസ്, ഒബ്സർവേഷൻസ് ഒക്കെ. ഇപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ഒപ്പീനിയൻസ്, അയാളുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അയാളുടെ ഫീലിങ്സ്, ഒബ്സർവേഷൻസിലൂടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ കുറേ കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ്. സോ അതിലൂടെ ആളുകളുടെ ഫീലിങ്സും ഒപ്പീനിയൻസും എക്സ്പീരിയൻസസും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ അത് കുറേ കൂടി ഡാറ്റ ബേസ്ഡ് ആണ് അല്ലെങ്കിൽ നമ്പർ ബേസ്ഡ് ആണ്. അതായത് ഈ പറയുന്ന പോലെ സർവേ മെത്തേഡ്, ക്വസ്റ്റ്യനെയറിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കുറേ കൂടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സർവേയിലുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് എത്ര കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 80% ഓഫ് ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ
റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡീസിനെയാണ് ഈ പറയുന്ന ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് ഇവരൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി മാത്സിൽ വളരെ വീക്കാണ് എന്ന് ടീച്ചർക്ക് തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ മെത്തേഡ്സ് എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. സോ അതിനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. പ്രീവിയസ് വീഡിയോസ് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. വേരിയസ് സോഷ്യൽ ലെജിസ്ലേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ജോയിൻറ്റ് ഫാമിലീസ്. അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള പല ലെജിസ്ലേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻറ്റ് ഫാമിലീസിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലീസ് ഇല്ലാതെയാവാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ റീസണായിട്ട് കൊടുത്തിട്ടുള്ളത് വുമൻ എൻജോയ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ മാട്രിയാർക്കൽ ജോയിൻറ്റ് ഫാമിലീസ്. മാട്രിയാർക്കൽ ജോയിൻറ്റ് ഫാമിലീസിന് അല്ലെങ്കിൽ വുമൻ ഹെഡായിട്ട് നിൽക്കുന്ന ഫാമിലീസിൽ എന്തുണ്ട്, സ്ത്രീകൾക്ക് ബെറ്റർ സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. അതായത് അസേർഷനും റീസണും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്ത് ചെയ്യുന്നില്ല, അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവ തമ്മിൽ ഇൻ്റർ കണക്ഷൻസോ റിലേഷൻസോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സോഷ്യൽ ലെജിസ്ലേഷൻസ് ലൈക്ക് ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, അതുപോലെ ഈ പറയുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇതിലൂടെ ഇൻ്റർകാസ്റ്റ് മാരേജസ് ഒക്കെ പോസിബിളായി. ദൗറി പ്രൊഹിബിഷൻ ആക്ട്, അതുപോലെ അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ട്സ് വന്നപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഈ ജോയിൻറ്റ് ഫാമിലി സ്ട്രക്ചർ ഇല്ലാതെയാവാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ മാട്രിയാർക്കൽ ഫാമിലീസിൽ സ്ത്രീകൾക്ക് ബെറ്റർ സ്റ്റാറ്റസ് ഉണ്ട്, ബിക്കോസ് പ്രോപ്പർട്ടി അധികവും അവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകളിലൂടെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും, ഫാമിലിയിൽ കൂടുതൽ ആധിപത്യം ആർക്കായിരിക്കും, സ്ത്രീകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ ഇൻ്റർ കണക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിലും ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. സോ കീപ് വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ ക്ലാസ്സസ്.